Earnmarks, your perfect learning partner. എന്തൊക്കെയാണ് ഫിനാൻസിങ് ഡിസിഷൻസ് എന്നൊക്കെ നോക്കാം. എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. നോക്കിയേ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിക്ഷേപ തീരുമാനം. സ്ഥിര ആസ്തികളിലെ ദീർഘകാല നിക്ഷേപവുമായി ബന്ധപ്പെട്ട തീരുമാനത്തിനെയാണ് മൂലധന ബഡ്ജറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് സ്ഥിര ആസ്തികൾ, ഫിക്സഡ് അസറ്റ് ഉണ്ടല്ലോ, നമ്മുടെ എന്താ പറയാ, അക്കൗണ്ടിങ്ങിൽ പറയുന്ന ഫിക്സഡ് അസറ്റ്സ്. ആ ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ട, സ്ഥിര ആസ്തികളുമായി ബന്ധപ്പെട്ട ദീർഘകാല നിക്ഷേപവുമായി ബന്ധപ്പെട്ട തീരുമാനം. ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ട തീരുമാനത്തിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ മൂലധന ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോ എന്താ പറയാ, അസറ്റ്സ്, ലാൻഡ്, ബിൽഡിംഗ്, അതുപോലെയുള്ള അസറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള അസറ്റിനല്ലേ നമ്മൾ ഫിക്സഡ് അസറ്റ് പറയാ. അപ്പൊ ആ ഫിക്സഡ് അസറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള തീരുമാനം, ദീർഘകാല നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഫിക്സഡ് അസറ്റുകളിലെ ദീർഘകാല നിക്ഷേപവുമായി ബന്ധപ്പെട്ട തീരുമാനത്തിനെയാണ് മൂലധന ബഡ്ജറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി നോക്കിയേ, നിലവിലെ ആസ്തികളെ ഹ്രസ്വകാല നിക്ഷേപവുമായി ബന്ധപ്പെട്ട തീരുമാനം അതിനെ പ്രവർത്തന മൂലധനം എന്ന് പറയുന്നു. നിലവിലെ ആസ്തികളിലെ, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ എന്താ പറയാ, ഫിക്സഡ് അസറ്റും മറ്റൊന്നിനെ നമ്മൾ എന്ത് പറയും അല്ലെ, എന്താണ്, നമ്മുടെ നിലവിലെ ആസ്തികൾ, അതായത് എക്സിസ്റ്റിംഗ് അസറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അസറ്റ് അല്ലെ, എക്സിസ്റ്റിംഗ് അസറ്റ് അല്ലെങ്കിൽ കറണ്ട് അസറ്റുമായി ബന്ധപ്പെട്ട ഹ്രസ്വകാല നിക്ഷേപവുമായി ബന്ധപ്പെട്ട തീരുമാനത്തിനെയാണ് പ്രവർത്തന മൂലധനം അഥവാ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ സ്ഥിര ആസ്തിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ട ദീർഘകാല തീരുമാനങ്ങളെ മൂലധന ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നു. ഇനി നിലവിലെ ആസ്തി, അതായത് കറണ്ട് അസറ്റ്സുമായി ബന്ധപ്പെട്ട ഹ്രസ്വകാല തീരുമാനങ്ങളെ അല്ലെങ്കിൽ ഹ്രസ്വകാല നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെ എന്ത് പറയും? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും, പ്രവർത്തന മൂലധനം എന്ന് പറയുന്നു എന്ന്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റ് 2 തീരുമാനങ്ങളുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, അതായത് മൂലധന നിക്ഷേപവുമായി ബന്ധപ്പെട്ട് മറ്റ് 2 തീരുമാനങ്ങൾ കൂടിയുണ്ട്. ഒന്നാണ് എന്ത്? സെക്യൂരിറ്റികളിലെ പോർട്ട്ഫോളിയോ നിക്ഷേപവുമായി ബന്ധപ്പെട്ട തീരുമാനം. സെക്യൂരിറ്റീസ് അല്ലേ, ഷെയർസും ഡിബഞ്ചേഴ്സും ഒക്കെ പോലെയുള്ള സെക്യൂരിറ്റീസ്, അത്തരം സെക്യൂരിറ്റീസിലെ പോർട്ട്ഫോളിയോ നിക്ഷേപവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും അതുപോലെ ലയനവും ഏറ്റെടുക്കൽ നിക്ഷേപവുമായി ബന്ധപ്പെട്ട തീരുമാനം. അതായത് നിക്ഷേപങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, ലയിപ്പിക്കൂലേ, കമ്പൈൻ ചെയ്യൂലേ, അതുമായിട്ട് ബന്ധപ്പെട്ട ലയനവും ഏറ്റെടുക്കൽ നിക്ഷേപവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളാണ് ഏതിനകത്ത് വരുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ വരുന്നത്. Earnmarks, your perfect learning partner.